ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെന്താ വിശേഷങ്ങളൊക്കെ? ഞാൻ ഇന്നൊരു കേക്കിൻ്റെ വ്ളോഗായിട്ട് വന്നേക്കണം കേട്ടോ. ഇന്ന് ഒരു ടേബിൾ സെറ്റിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ കേക്ക് 1.5 കിലോ വരുന്ന ഒരു ചോക്ലേറ്റ് ട്രഫിളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫൈനൽ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു തീമാണ്, ഒരു ബ്ലൂ കളറും വൈറ്റ് കളറുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൈറ്റ് കളർ വെച്ചിട്ട് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഫൈനൽ കോട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഷാർപ്പ് എഡ്ജ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫൈനൽ കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലൂ കളറിൽ ക്രീം ഞാൻ കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബ്ലൂ കളറും പിന്നെ വൈറ്റ് കളറും അതങ്ങനെയാണ് മിക്സ് ചെയ്തിട്ടാണുള്ള കോമ്പിനേഷനാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ലൈനർ വെച്ചിട്ട് നമ്മളൊരു വേവ് ഡിസൈനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു വേവ് ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഷാർപ്പ് എഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിതേപോലെ ഫോക്സ് ബോളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗോൾഡൻ കളർ ഫോക്സ് ബോളാണ് മുകളിലും താഴെയായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഗോൾഡൻ ലീഫാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. എഡിബിളായിട്ട് കിട്ടുന്ന ഗോൾഡൻ ലീഫ് കേക്കിൻ്റെ ഇങ്ങനെ 2 ഭാഗത്തായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേക്കിനുള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ മാറ്റി വെച്ചു. ഇനി അടുത്തായിട്ട് ഒരു 6 കപ്പ് കേക്കാണ് ചെയ്യണത്. അപ്പോൾ 6 കപ്പ് കേക്ക് ഞാൻ വാനില ഫ്ലേവറിലാണ് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ അതിൽ ഞാൻ ബ്ലൂ കളറാണ് തീം കൊടുത്തേക്കണം കേട്ടോ. റോസറ്റ നോസിലിൻ്റെ ഒരു ഫ്ലവർ ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിൽ ഞാൻ കുറച്ച് ഗോൾഡൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതും വലുതായിട്ട് കുറച്ച് പക്ഷേ ഈ 6 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടേബിൾ സെറ്റിങ്ങിൽ അടുത്തതായിട്ട് 2 ജാർ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാർ കേക്കിനുള്ള ഗ്ലാസ് ബോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ടൈപ്പല്ല ഞങ്ങൾക്ക് കിട്ടാറ്, കുറച്ചും കൂടി നീളത്തിലുള്ള സൈസാണ് കിട്ടാറ്. ഈ പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനത്തെയാണ് കിട്ടിയേക്കണത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ജാർ കേക്കിനായിട്ട് ഞാൻ ബ്ലൂ കളറാണ് കേക്ക് ബേസ് അടിച്ചേക്കണത് കേട്ടോ. അപ്പോൾ 1/2 കിലോ ഉണ്ട്. അത് ഞാൻ ഈ അടപ്പ് വെച്ചിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരു 3 ലെയർ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റും ബ്ലൂവും തീമും വന്ന കാരണം ഞാൻ ജാർ കേക്കിൽ ബ്ലൂ കളറാണ് ചേർത്തേക്കണത്. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഗ്ലാസ്സിൽ ആദ്യം ബ്ലൂ കളറിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം സാധാരണ വൈറ്റ് ക്രീമാണ്, അത് ഒരു നോസിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് എടുക്കുക. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഇത് കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് എല്ലാ ലെയറും വരുമ്പോൾ. അപ്പോൾ ഞാൻ അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്ത ലെയർ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ വീണ്ടും നനച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നനച്ച് കൊടുക്കുക. അതിനുശേഷം ക്രീം ഇടുക, മിൽക്ക് മെയ്ഡ് ചേർക്കുക, ചോക്കോ ചിപ്സ് ഇടുക, പിന്നെ ലാസ്റ്റ് ലെയർ വയ്ക്കുക. അങ്ങനെ ഞാൻ 2 ജാർ കേക്കും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ടോപ്പേഴ്സ് കുത്തി കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ഫസ്റ്റിൻ്റെയും ടോപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് നെയിമും വെച്ചിട്ട് കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസ് ചെറുത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ടോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വൈറ്റ് ഫ്ലവർ സൈഡിലും മുകളിലായിട്ട് ഫോക്സ് ബോൾസിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതോടുകൂടി കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ടോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനത്തെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളാം.
അപ്പോൾ നമ്മുടെ ടേബിൾ സെറ്റിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 6 ഡോണറ്റ്, 6 കേക്ക് പോപ്സ്, പിന്നെ 2 ജാർ കേക്ക് ഞാൻ സ്പൂൺ വെച്ചിട്ട് റിബൺ വെച്ചൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ 6 സിക്കിൾസ്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഫേഴ്സും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആ കേക്കിൻ്റെ കൂടെ ഞാൻ വേഫേഴ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 വേഫേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കും ഇവിടെ സെറ്റായിട്ടുണ്ട്. ടേബിൾ സെറ്റിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ.